ഹായ്, എൻ്റെ പേര് ഈന ഇബ്രാഹിം. ഞാനിപ്പോൾ ഒരു ഹാർഡ് എക്സാം എഴുതി പാസ്സായി. എൻ്റെ സ്റ്റഡി പാറ്റേൺ പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മെഡ്വെഞ്ചറിൻ്റെ ആപ്പിൻ്റെ ഉള്ളിലത്തെ ഓരോ ക്ലാസ്സസ് കേട്ടിരുന്നു. എല്ലാ ബേസിക് ക്ലാസ്സസും ഞാൻ എല്ലാതും കേട്ടു. എന്നിട്ട് അത് കേട്ടതിന് ശേഷം പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പഠിച്ചിരുന്നു. എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ഒരു ഫോൾഡറിൽ അതിലത്തെ നാസ്, ജിഹാദ്, റാസിക്ക്, പിന്നെ കാൽക്കുലേഷൻസ്, നാർക്കോട്ടിക്സ്, ഈ 5 ഫയൽസും നന്നായി തറവായിട്ട് പഠിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ തന്നെ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തെറ്റുണ്ട്, ഏതൊക്കെ തെറ്റുണ്ടെന്ന്. പിന്നെ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. എൻ്റെ പാറ്റേൺ അങ്ങനെയായിരുന്നു. പിന്നെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാതും നമുക്ക് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻസാണ്. പക്ഷെ ഭയങ്കര ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഇന്ന ഡിസീസാണ്, ആൾക്ക് ഹാർട്ട് റേറ്റ് ഇത്ര, അയാൾ GFR റേറ്റ് ഇത്ര പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളിവിടെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഫയൽസിൽ നിന്ന് പഠിച്ച ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് എത്രയെന്ന് പറയണ്ടാവില്ല. അപ്പൊ ഈ ഹെർട്ട് റേറ്റ് ഇത്രേന്റെ ഉള്ളിലാണ്, ആൾക്ക് ഇന്ന അസുഖമാണ് ഇത്രയെന്ന് പറയും. പക്ഷെ ഫൈനൽ എത്രയെന്ന് പറയില്ല. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. ആൾക്ക് ഇന്നൊക്കെ അസുഖം, ആളെല്ലാ റേറ്റും ഇത്രയെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മള് അത് നമ്മള് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ അത് നമ്മൾ കാണാപ്പാടം പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം അതെങ്ങനെയാണ്, എത്ര റേഞ്ചിൽ വന്നാലേ എന്ന അസുഖമാണ്, ഇത്ര റേഞ്ച് പോയ അസുഖമാണെന്ന് മനസ്സിലാക്കി പോയാലാണ് അവിടുത്തെ ഉത്തരം കിട്ടുള്ളൂ. പിന്നെ കാൽക്കുലേഷൻസ് ഒന്നും എല്ലാതും സെയിം ആയിരുന്നു. നമ്മൾ എന്താണോ റാസിക്കിലും ജിഹാദിലും പഠിക്കണേ ആ കാൽക്കുലേഷൻസ് തന്നെയാണ് വന്നത്. പിന്നെ ഐ തിങ്ക് ഒരു 100ൽ ഒരു 5 or 6 അത്തരം കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എക്സാം എഴുതുമ്പോൾ. പിന്നെ സർ പിന്നെ എല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കുറച്ച് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കണ പോലെ തോന്നി. നമുക്കത് അവിടെ ഇങ്ങനെ ഒരു ഫ്ലാഗ് ഇട്ടിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ആൻസർ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ഫ്ലാഗ് ഇട്ടതെന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോയിട്ട് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ മിനിമം ഒരു 3 times എന്തായാലും വായിക്കണം. ഇത് നല്ല ടൈം മാനേജ് ചെയ്യണം. വേഗം ടൈം കഴിയണ പോലെ തോന്നി. ഒരു 2 hours വേഗം കഴിയണ പോലെ തോന്നി.